നിൽക്കുന്നേ കണ്ടു. അവിടെ നിന്നുണ്ട്, ഞാൻ കണ്ടതാ. അവിടെ എന്തോ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന് നോക്കൂ ജീവനേട്ടാ, നേരെ ജീവനേട്ടാ, അവിടെ അവിടെ എന്തോ ഉണ്ട്. എനിക്കൊരു മനുഷ്യരൂപത്തെ പോലെ തോന്നി. അത് അങ്ങോട്ട് പോകേണ്ടി പോരും. എനിക്കിത് പേടിയാവുന്നു. ഞാനൊന്ന് നോക്കിട്ട് അല്ലേട്ടാ, അതിനിപ്പോ ഞാൻ വരുന്നുണ്ടോ? കൃതിനെ എങ്ങനെ കൂട്ടി പോകുന്നതല്ലേ നല്ലത്. കിടന്ന് പേടിക്കാൻ ഇങ്ങോട്ട് കിടക്കാം. ഞാൻ വരുവാ, നീ മുന്നോട്ട് നിന്നാണോ? ഞാൻ പുറകെയുണ്ടോ? ഫോൺ നോക്കി കട പീഡിപ്പിക്കാനായിട്ട് വരുന്നു. എടാ പിള്ളേരെ രണ്ടും കൂടി എന്നെ പറ്റിയെന്ന് നോക്കടാ. നീക്ക് ഇനി പോകാൻ പറ്റത്തില്ല, ഞാൻ ടോർച്ച് കൊടുത്താ ഞാൻ പോയി നോക്കാം. അമ്മ ഇതെങ്ങോട്ടാ? അമ്മേ, അത് വല്ല പ്രേതവങ്ങനമായിരിക്കും. അമ്മ ഇവിടെ നിൽക്കാൻ നോക്ക്. അമ്മ പോകുന്നു വേണ്ട, ഈ ജൂബും പോയി നോക്കിക്കോളൂ. ഞാൻ പോയി നോക്കിയാലും ഇവൻ പോയി നോക്കിയാലും ഒരുപോലെ തന്നെയല്ലടാ. പിന്നെന്താ, നിനക്ക് പേടിയാണെങ്കിൽ നീ എൻ്റെ കൂടെ അങ്ങ് പോരെ, നമുക്ക് നോക്കിയിട്ട് വരാം. നീ ഞാനിപ്പോൾ വരും കാത്തുകൊണ്ടിരുന്നു. എന്നെ പ്രേതം അങ്ങനെ വലുതും ചെയ്തിട്ടുണ്ടല്ലോ, അത് അമ്മേൻ്റെ ജീവിതത്തിൽ തന്നെ നല്ലോണം ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇവനാകുമ്പം അത് അവനെ സഹിച്ചോളൂ. അമ്മയായിട്ട് അതിന് ഇതാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അമ്മയെ കൊണ്ട് അവൻ പോയി നോക്കട്ടെ. നീ വല്ലാത്ത സാധനം തന്നെ ചേർക്കാം. എന്നാ പേര് നോക്കാൻ എന്നെ കൂടെ വരുമല്ല. ജുബിൻ പോയി നോക്കി അവനെന്തേലും പറ്റട്ടെ. നീ കൊള്ളാലോ. എന്നാലേ ജുബിൻ ഇനി പോയി നോക്കണ്ട, നീ ഇതിന് പോയി നോക്കിയാൽ മതി. പോടാ അങ്ങോട്ട്. അല്ലമ്മ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, പിന്നെ നീ എന്താണ് ഉദ്ദേശിച്ചേ? ഭയങ്കര സംഭവമായിട്ട് വിശദീകരിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളൊന്ന് അടി നിർത്തുന്നുണ്ടോ? അതിൻ്റെ ഇടയ്ക്കാണ് അവർ രണ്ടും കൂടെ. നിങ്ങളിപ്പോൾ ഇവിടെ അടി കൊടുക്കൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു കാര്യമാവോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാ അടി കൂടെ നിൽക്കുന്നത്? ജീവനേട്ടാ, ഞാനും കൂടെ കൂടെ വരാം. വാ, നമുക്ക് നോക്കിയിട്ട് വരാം. എനിക്കിവിടെ വരണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വന്നാലേ ചിലപ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതാ ഈ അമ്മേനും കൂടെ കൂട്ടിക്കോ. ഞാനിവനും കൂടെ നിന്നോളൂ. ഞങ്ങൾക്കങ്ങനെ പേടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെല്ല്, പേടിക്കൊന്നും വേണ്ട. ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ വരാം. നിങ്ങളിവിടെ ഒറ്റയ്ക്ക് നിൽക്കുമല്ലോ അല്ലേ? ഞാനെന്തായാലും അവരുടെ കൂടെ ഒന്ന് പോകാൻ പോവാം. നിങ്ങൾ ഭയങ്കര ധൈര്യവിധിമായ ആൾക്കാരാണല്ലോ, അതുകൊണ്ട് പേടിയൊന്നും ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, കാര്യം വെക്കണ്ട. അയ്യോ, അമ്മയില്ലാതെ ഞാൻ നടക്കത്തില്ല. മാനങ്ങളകത്ത് മിണ്ടാതെ കിടത്തണ്ടി. എന്നാ അമ്മായി വയ്ക്കോ, ഞങ്ങളിവിടെ നിന്നോളൂ. ഒന്നാമതേ നമ്മളെല്ലാവർക്കും നല്ല മതിപ്പാ. അവൻ ബാക്കിയുള്ളതും കൂടെ ഇപ്പൊ തന്നെ കളഞ്ഞു തൊലയ്ക്കും. അമ്മാനായിരുന്നു. അല്ല, അമ്മാന്റെ ഇവിടെ എന്തായാലും അമ്മ വന്നതില്ലേ നല്ല സമയത്താ. അമ്മ വന്നപ്പോ തന്നെ എന്തായാലും കരണ്ടും വന്നു. നീയൊക്കെ എന്റെ മക്കള് തന്നെയാണോ? അല്പം ഉളുപ്പ്, കുറച്ച് നാണന്മാരുണ്ടോ നമുക്കൊക്കെ? കിടമങ്ങ് കാറിക്കോള, മൂത്തതും ഇളയതും എല്ലാം കണക്ക്. എന്തായാലും മാനം കളഞ്ഞു. നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. വെറുതെ സമയം കളയാനായിട്ട് പരിപാടി. പ്രേതം ഭൂതമെന്നും പറഞ്ഞ് എല്ലാം കൂടെ ഇറങ്ങിയേക്കുന്നു. ഒരാക്കെങ്കിലും ബോധം ഉണ്ടെങ്കിലല്ലേ. അതെങ്ങനെയാ? അതില്ലല്ലോ ആർക്കും. മതി എല്ലാം റൂമിലേക്ക് വയ്ക്കും. അല്ല കൃതി, നീ ഒറ്റയ്ക്ക് റൂമിലേക്ക് പോകണോ? അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ? അല്ല, നമുക്കതാ ജുബിലേട്ടിനെ കൂട്ടി പോയാലോ? നിനക്ക് എന്താ അടിച്ചേർക്കാം? നിനക്കെന്താ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. അല്ല, അതിന് നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും ജുബിനായിട്ട് ഇവിടെ വെറുതെ നിൽക്കുക. മാത്രമല്ല, നമ്മൾ പോയി ജുബിനായിട്ട് ഒറ്റയ്ക്കായി പോകില്ലേ? അതുകൊണ്ട് നമുക്ക് ജുബിനായിട്ടിനെയും കൂടെ കൂട്ടി പോവാം. ശരി, എന്നാ നീ ഇങ്ങോട്ട് വിളിക്കും. അല്ലമ്മേ, അമ്മയല്ലേ വലിയ ധൈര്യം കാണിച്ച് മുന്നിൽ പോയി കഥക തുറന്നത്. എന്നിട്ട് അമ്മ കണ്ടില്ലായിരുന്നു ഈ അച്ഛനെ? ആടാ, ഞാൻ കണ്ടതൊക്കെയാ. നിന്റെ അച്ഛനെ കണ്ടത് കൊണ്ടാണല്ലോ ഞാൻ കാർ ചെയ്ത്. അല്ലെങ്കിൽ നിന്റെ അച്ഛനെ കണ്ട അന്ന് മുതലേ എൻ്റെ ജീവിതം പോയി. പിന്നെ അപ്പം അവിടെ നിന്റെ അച്ഛൻ വന്ന് നിൽക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ എങ്ങനെ കാറാതിരിക്കാനാ? ഞാൻ കാർ ചെയ്ത് പോട്ടെ, നീയൊക്കെ എന്നാ കാർ ചെയ്യാടാ കാറിയേ? എൻ്റെ ചെവിയിൽ ഇപ്പം കൂന്നും പറഞ്ഞാ പോന്നെ. അല്ലമ്മേ, പിന്നെ അമ്മ എങ്ങനെ കയറിയപ്പം അമ്മയ്ക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയല്ലേ അമ്മേ ഞങ്ങളും കൂടെ കാർ തന്നെ. അതിനമ്മ ഇങ്ങനെ പറയണ്ടായിരുന്നു. നീയൊക്കെ എന്നെ ഇത്രയും സഹായിക്കുന്നതിനാണെന്നുള്ള കാര്യം ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി മോനെ. അതാ എൻ്റെ തെറ്റ്. അതൊന്നും സാരമില്ല അമ്മ, എന്തായാലും അമ്മ അതൊക്കെ സമ്മതിച്ചല്ലോ.
എടി ക്രിമി, എനിക്കൊരു സംശയം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കണ്ട പ്രേതം എവിടെ പോയി? നമ്മൾ നല്ല ശരിക്കും കേട്ടതല്ലേ പ്രേതം ഒരുമിച്ചിരിക്കുന്നത്? ശോ, എന്നിട്ടും ആ പ്രേതം അച്ഛനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് നീ പറഞ്ഞത് കറക്റ്റാ. ഇന്നതും ആ പ്രേതം എവിടെ പോയി? എന്തൊക്കെ പറഞ്ഞാലും ആ ചിരിച്ചതല്ലേ, അതെന്തായാലും മാമനല്ല. പിന്നെ അതാരാളാ ശരിക്കും ചിരിച്ചേ? ഓ, അതെന്തേലും ആട്ടെ, ഇനി പറഞ്ഞു മൂടുകളെന്നെ കണ്ട. നീ എന്തായാലും കിടക്ക്. അതിനെന്തിനോടാ ഞാൻ ഇവിടെ കിടക്കണത്? നിന്റെ റൂമല്ലേ, ഞാൻ എൻ്റെ റൂമിൽ പോണ് കിടക്കാൻ. ഏയ്, അത് പറ്റൂല. നീ ഇവിടെ തന്നെ കിടന്നാൽ മതി. എടേ, നിനക്കെന്തേലും പറ്റുമെന്നുള്ള എൻ്റെ പേടി കാരണമാണ് നിന്നെ ഞാൻ ഇവിടെ കിടത്തുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളെ ഒച്ച കേട്ടത് അത് ആരുടെയാന്ന് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി ഇതൊരു ആൺപ്രേതമാണെന്ന് തന്നെ കൂട്ടിക്കോ. എടി, നിൻ്റെ അടുത്ത് വന്ന് നിന്നെ നെക്കി കൊന്ന് നിൻ്റെ ചോര കുടിച്ച് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കിടക്കുന്നവരെയാണ് പ്രേതങ്ങൾക്കൊക്കെ വേണ്ടത്. നീ അതുകൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് ഇന്ന് നീ ഇവിടെ കിടക്കും, നാളെ നീ പറ്റുമോ? എടാ കാലമാടാ, നിനക്ക് പേടിയാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. എല്ലാം കൂടെ എന്നോട് പേടിപ്പിക്കാൻ നിൽക്കരുത്. നിനക്ക് പേടിയാണെങ്കിലേ നീ എൻ്റെ റൂമിൽ വന്ന് കിടക്കേ, അല്ലാതെ ഞാനിങ്ങോട്ടൊക്കെ നിർത്തില്ല, ഞാൻ പോവാം. എടി ക്രിമി, ഞാൻ പറയാൻ കേൾക്കടി, പോലടി. എടി, എനിക്ക് നിൻ്റെ റൂം ഇഷ്ടമല്ല, നിനക്ക് അറിഞ്ഞൂടെ? ഇവിടെ കിടക്കടി. നീ പോടെ പട്ടി. എന്നാ പിന്നെ അവൻ എന്നെ ഇവിടെ കിടക്കാൻ വെച്ചാൽ മര്യാദയ്ക്ക് വിളിക്കണ്ടേ? ഇടി ക്രിമി ഇവിടെ കിടക്കടി. അവൻ അങ്ങനെ അങ്ങ് പറഞ്ഞ ഉടനെ ഞാൻ അവിടെ കിടക്കും. അവനങ്ങ് വിചാരിക്കത്തേ ഉള്ളൂ, ഞാൻ കിടക്കത്തൊന്നുമില്ല. എന്താടാ താഴെ ഡോറ് തട്ടുന്ന പോലത്തെ ശബ്ദം? ഇനി പ്രേതങ്ങാനമാണോ? എടാ ജോയലേ, ജോയലേ, ആ ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ ജോയല, നിന്നെ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് കിടത്തുന്നത്? ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിട്ടാൽ എനിക്ക് സമാധാനം കിട്ടും. അതുകൊണ്ട് ഞാനിങ്ങ് പോയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കിടക്കാം. നീ ഒരു കാര്യം ചെയ്യും, ആ കഥവ് നടച്ചേ. അല്ലടി, നീ എന്താ പോയതുപോലെ തന്നെ തിരിച്ചു വന്നേ? എന്താ ഞാൻ പറഞ്ഞത് കേട്ട് നീ പേടിച്ചാ? അതുകൊണ്ടാണോ നീ തിരിച്ചു വന്നേ? ഓ പിന്നെ നീ പറഞ്ഞു കേട്ട് ഞാൻ പേടിക്കും. ഒന്ന് പോടാ, ആ കഥയിലാരും തട്ടുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാനീ വന്നു. എടി കാലമാടാ, ഇങ്ങോട്ട് കയറി വരില്ലടാ, ആ കഥ കടിച്ചിട്ട് പാടാ. ഒന്നും പോടി. മനഃപൂർവ്വം എന്നെ കഥ അടയ്ക്കാൻ വിട്ടതാണല്ലേ. ഞാനൊന്നും കഥ അടയ്ക്കത്തില്ല. ഇനി വേണം നീ അടിച്ചോ. പ്രേതം പിടിക്കുവാണെങ്കിലേ നമ്മൾ എണ്ണീനെ ഒരുമിച്ച് പിടിച്ചാൽ മതി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ചാവുന്നു വിചാരിക്കണ്ട. ഞാൻ ചാവുന്നുണ്ടേ മറ്റേ അറ്റത്ത്, മറ്റേ കാരൻ്റെ നീ ഉണ്ടാവും, നിന്നെ കൊണ്ടേ ചാവത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്കറിയാടാ നിനക്ക് ഒറ്റയ്ക്ക് ചാവുന്നതിന് ഇഷ്ടം, എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ചാവുന്നതാണ്. എടാ എന്തിനാടാ നിനക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോയി ചത്താൽ പോലെ, അല്ലാതെ എന്നെയും കൂടെ എന്തിനാടാ കുരുതി കൊടുക്കുന്നത്? ആ പിള്ളേരൊക്കെ എണീറ്റു. ആ ഇതെന്നാടാ ജോയലെ, നീ ഇന്ന് നേരത്തെ എണീറ്റ്? സാധാരണ ജുവിനാണല്ലോ എണീക്കുന്നത്. പിന്നെ മുഖത്തൊക്കെ എന്നാ ഇത്? ഇന്നലെ ഉറങ്ങില്ലേ നീ? ആ പിന്നെ ഞാൻ എന്താണെന്നപ്പോൾ പറയാൻ വന്നത്, എടാ നമ്മുടെ ശ്യാമയുടെ മോളുടെ പിറന്നാളാണ്. നമ്മളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഇന്നലെ അവർ തിരക്കിൽ അങ്ങോട്ട് പറയാൻ ഞാൻ മറന്നുപോയി. ഒരു കാര്യം ചെയ്യും, അവരെല്ലാവരും വിളിക്ക്. ഇന്ന് വൈകുന്നേരം നേരത്തെ പറയണല്ലോ. നീ ഒന്ന് വിളിച്ചോണ്ട് വാ കേട്ടോ. അതൊക്കെ ഞാൻ പറയാം. അമ്മ ഇന്ന് എന്തോ രാവിലെ കഴിക്കും? അമ്മ ഇച്ചിരി കാപ്പി കിട്ടോ, ഇച്ചിരി ചൂടായിട്ട് പഞ്ചാര ഇച്ചിരി കൂട്ടിയിട്ടോണേ. ആ ഇതെന്നേ രാവിലെ തന്നെ? എന്തുവാടാ നീയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്നാ ഇന്നലെ ഉറങ്ങിയൊന്നും ഇല്ലേ രണ്ടും? ഓഹോ, മനസ്സിലായി. ഇതെന്തൊക്കെ ഇത് എന്നെ കൊല ഇത് രണ്ടിൻ്റെയും മുഖം നോക്കിയാമേ. എനിക്ക് തോന്നുന്നത് ഇന്നലെ രണ്ടും ഉറങ്ങിയിട്ടില്ലെന്നാ. റിമി, ഇന്നലെ വല്ല പ്രേതശല്യം ഉണ്ടായിരുന്നോ? ഇല്ല, ഇന്നലെ പ്രേതശല്യം ഇല്ലായിരുന്നു, കുറച്ച് മാക്രശല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അമ്മ ഇതിനെയാണ് പറയണേ. കിട്ടിയോ? ഇല്ല, ചോദിച്ചു മേടിച്ച്. ഇപ്പം അതേപോലെ ആയി. അതെ, അത് ഞാനങ്ങ് സഹിച്ചു. അതെ, അത് നീ തന്നെ സഹിക്കണം, നിന്നെ ഞങ്ങളും സഹിക്കണം. ഒന്ന് നിർത്ത് അമ്മ. വല്ല തിന്നാനോ കുടിക്കാനോ വല്ലതും എടുത്തേ. തലവേദന എടുത്തിട്ട് പാടില്ല.